ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് കീം എൻട്രൻസ് എക്സാം എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നുള്ളതാണ്. എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ബിഫാം, MBBS, BDS, ആയുർവേദ, ഹോമിയോപ്പതി, സിദ്ധ, യുനാനി, അഗ്രികൾച്ചർ, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിംഗ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവിറോൺമെൻറ്റൽ സയൻസ്, BTech ബയോടെക്നോളജി, ഫോറസ്ട്രി, വെറ്റിനറി, ഫിഷറീസ് എന്നീ കാറ്റഗറികളിൽ കോഴ്സിന് ചേരാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും കീം എൻട്രൻസ് എക്സാം രജിസ്ട്രേഷൻ ചെയ്ത് അറ്റൻഡ് ചെയ്തിരിക്കണം. അപേക്ഷ സമർപ്പിക്കാൻ ഡോക്യുമെൻ്റ് ആയിട്ട് വേണ്ടിവരുന്നത് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, SSLC സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്ക്, ആധാർ കാർഡ്, മൈനോറിറ്റി കാറ്റഗറി അതായത് ക്രിസ്ത്യൻ മുസ്ലിം കാറ്റഗറി ആണെങ്കിൽ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ്, ജനറൽ കാറ്റഗറിയിൽ വരുമാന പരിധി കുറവുള്ളവരാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, OBC കാറ്റഗറി ആണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ജാതി സംവരണം വേണ്ടവരാണെന്നുണ്ടെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകളൊക്കെയാണ് ഡോക്യുമെൻ്റായിട്ട് വേണ്ടി വരുന്നത്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഗൂഗിളിൻ്റെ ഒരു പുതിയ പേജ് ഓപ്പൺ ചെയ്ത് ഇതിൽ കീം 2024 എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. നെക്സ്റ്റ് വരുന്ന പേജിൽ ce.kerala.gov.in എന്നുള്ള ഒഫീഷ്യൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്താണ് കണ്ടിന്യൂ ചെയ്യേണ്ടത്. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് സൈറ്റിൽ തന്നിരിക്കുന്ന പ്രോസ്പെക്ടസ് അതുപോലെ തന്നെ ഹൗ ടു അപ്ലൈ എന്നുള്ള ഓപ്ഷനും കൃത്യമായി വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപേക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും, അതായത് ഏതൊക്കെ കോഴ്സുകളാണ്, പരീക്ഷാ സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ അപേക്ഷയുടെ എങ്ങനെയാണ് അയക്കേണ്ടത്, ഏതൊക്കെ ഡോക്യുമെൻറ്റുകളാണ് അറ്റാച്ച് ചെയ്യേണ്ടത് എന്നുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഈ ഒരു പ്രോസ്പെക്ടസിലും അതുപോലെ തന്നെ ഹൗ ടു അപ്ലൈ എന്നുള്ള ഓപ്ഷനിലും കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സൈറ്റിലെ ഹോം പേജിൽ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപേക്ഷ സമർപ്പിക്കേണ്ട നിലവിലെ ലാസ്റ്റ് തീയതി എന്ന് പറയുന്നത് ഏപ്രിൽ 17 വൈകുന്നേരം 5 മണി വരെയാണ്. ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഏപ്രിൽ 24 വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. 5 സ്റ്റെപ്പുകളായിട്ടാണ് ആപ്ലിക്കേഷൻ പ്രോസസ്സ് വരുന്നത്. രജിസ്ട്രേഷൻ, ആപ്ലിക്കേഷൻ ഫില്ലിംഗ്, പേയ്മെൻറ്റ്, ഡോക്യുമെൻ്റ് അപ്ഡേഷൻ, പ്രിവ്യൂ ചെക്കിംഗ് ആൻഡ് സബ്മിഷൻ. സൈറ്റിൽ വന്നിരിക്കുന്ന ഡിക്ലറേഷൻ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ ആപ്ലിക്കൻറ്റിൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുത്താണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിലുള്ളതുപോലെ തന്നെ പേരും വിവരങ്ങളും നൽകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പേര് കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്യുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കുക. ഈ ഒരു മൊബൈൽ നമ്പറിലേക്ക് പിന്നീട് OTP മെസ്സേജ് വരുന്നതാണ്. അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സും കറക്റ്റായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. സൈറ്റിൽ ലോഗിൻ ചെയ്ത് കയറാനായിട്ട് വാലിഡ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടതാണ്. ഇതിനായിട്ട് അപ്പർ കേസ്, ലോവർ കേസ്, സിമ്പിൾ, നമ്പർ വരുന്ന രീതിയിൽ പാസ്വേഡ് സെറ്റ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ Kerala@123 എന്നോ മറ്റോ നൽകിയാൽ മതിയാകും. വിവരങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം പേജിൽ വന്നിരിക്കുന്ന ക്യാപ്ച കോഡ് കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്യുക. രജിസ്റ്റർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂഷൻ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വന്നിരിക്കുന്ന പ്രിവ്യൂ പേജിൽ ആപ്ലിക്കൻറ്റിൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഫോൺ നമ്പർ, ഇമെയിൽ ID ഇത്രയും വിവരങ്ങൾ കാണിച്ചിട്ടുണ്ട്. തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ എഡിറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് തിരുത്തൽ വരുത്താവുന്നതാണ്. നൽകിയിരിക്കുന്ന വിവരങ്ങൾ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ കൺഫേം എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. കൺഫേം എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു അലേർട്ട് മെസ്സേജ് വരുന്നുണ്ട്. വിവരങ്ങൾ കൺഫേം ചെയ്യുകയാണോ എന്നുള്ളതാണ്. ഓക്കെ എന്ന് കൊടുക്കുക. നെക്സ്റ്റ് വരുന്ന പേജിൽ ഓൾറെഡി നൽകിയിരിക്കുന്ന ഫോണിലേക്ക് OTP മെസ്സേജ് വരുന്നതാണ്. ഈ ഒരു OTP മെസ്സേജ് കൃത്യമായിട്ട് സൈറ്റിലേക്ക് ടൈപ്പ് ചെയ്ത് നൽകിയതിന് ശേഷം സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് രജിസ്ട്രേഷൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. OTP കൊടുത്ത് പ്രൊസീഡ് ചെയ്യുന്ന സമയത്ത് സൈറ്റിൽ ആപ്ലിക്കേഷൻ നമ്പർ കാണിച്ചിട്ടുണ്ടാവും. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പർ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ശേഷം പ്രൊസീഡ് ടു ഫിൽ ആപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് വിവരങ്ങൾ നൽകാവുന്നതാണ്. ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൻ്റെ ഏറ്റവും മുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 5 സ്റ്റെപ്പുകളായിട്ടാണ് ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. ഫസ്റ്റുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സാണ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ആപ്ലിക്കേഷൻ ഫോം ഫില്ലിംഗ് ആണ്. അതിനുശേഷം ഫീ പേയ്മെൻറ്റും ഡോക്യുമെൻ്റ് അപ്ലോഡും പ്രിൻ്റ് അക്നോളജ്മെൻറ്റുമാണ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ സ്റ്റെപ്പായ ഫിൽ ആപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഏത് കോഴ്സിനാണോ അപേക്ഷ സമർപ്പിക്കേണ്ടത് ആ ഒരു കോഴ്സിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യാനാണ് വരുന്നത്. എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ്, ഫാർമസി കോഴ്സസ് ഇത്രയും ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. ഏതൊക്കെ ഓപ്ഷനാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. ഏതെങ്കിലും ഒരു കാറ്റഗറി മാത്രമാണ് വേണ്ടതെങ്കിൽ ആ ഒരു കാറ്റഗറി മാത്രം സെലക്ട് ചെയ്ത് നൽകിയും പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. ഒന്നിലധികം കാറ്റഗറി ഉണ്ടെങ്കിൽ ഒന്നിലധികം കാറ്റഗറീസ് സെലക്ട് ചെയ്ത് നൽകണം. ഒന്നിൽ കൂടുതൽ അപേക്ഷ നമുക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ആവശ്യമായ കോഴ്സുകളൊക്കെ കൃത്യമായി സെലക്ട് ചെയ്ത് പ്രൊസീഡ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കോഴ്സ് സെലക്ട് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് ഫോർവേഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് കണ്ടിന്യൂവേഷൻ ചെയ്യേണ്ടത്.
പേജിൻ്റെ താഴെയായിട്ടുള്ള സേവ് ആൻഡ് ഫോർവേഡ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക. നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് മെഡിക്കൽ കോഴ്സാണ്. ആയതുകൊണ്ട് തന്നെ അതിൽ എക്സാം സെൻറ്റർ ഔട്ട്സൈഡൊന്നും സെലക്ട് ചെയ്ത് നൽകേണ്ട ആവശ്യം വരുന്നില്ല. പേജിൻ്റെ താഴെയോട്ടൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് ഫോർവേഡ് എന്നുള്ള ഓപ്ഷൻ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂഷൻ ചെയ്യാവുന്നതാണ്. നിലവിൽ എഞ്ചിനീയറിംഗ് ബി.ഫാം കോഴ്സുകൾക്കാണ് എക്സാം സെൻറ്റേഴ്സ് സെലക്ട് ചെയ്ത് നൽകേണ്ടതായിട്ട് വരുന്നത്. നെക്സ്റ്റ് വരുന്ന പേജിൽ ആപ്ലിക്കൻറ്റിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ് വരുന്നത്. ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നാഷണാലിറ്റി, നാറ്റിവിറ്റി, ആധാർ നമ്പർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. നാഷണാലിറ്റി എന്നുള്ള ഓപ്ഷനകത്ത് ഇന്ത്യൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. അതുപോലെ തന്നെ നാറ്റിവിറ്റി എന്നുള്ള ഓപ്ഷനിൽ ആപ്ലിക്കൻ്റ് കേരളത്തിൽ ജനിച്ച വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കേരളൈറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നൽകാൻ സാധിക്കുന്നതാണ്. ആധാർ നമ്പർ ആപ്ലിക്കൻറ്റിൻ്റെയാണ് നൽകേണ്ടത്. കൃത്യമായിട്ട് ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് നൽകുക. അതുപോലെ തന്നെ ഫാദർ ഡീറ്റെയിൽസും മദർ ഡീറ്റെയിൽസും നൽകാനുള്ള ഓപ്ഷൻ സൈറ്റിൽ വരുന്നുണ്ട്. അച്ഛൻ്റെയും അമ്മയുടെയും പേര്, ജനന ഡിസ്ട്രിക്റ്റ്, വിദ്യാഭ്യാസ യോഗ്യത, തൊഴിൽ, ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. പേര് ടൈപ്പ് ചെയ്താണ് നൽകേണ്ടത്. നെയിം ഓഫ് ഗാർഡിയൻ എന്നുള്ള ഓപ്ഷനിൽ ആപ്ലിക്കൻറ്റിൻ്റെ ഗാർഡിയൻ ആരാണോ ആ വ്യക്തിയുടെ പേര്, അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ പേരും അമ്മയാണെങ്കിൽ അമ്മയുടെ പേരും കൃത്യമായിട്ട് നൽകുക. പേര് നൽകിയിരിക്കുന്ന വ്യക്തിയും ആപ്ലിക്കൻറ്റും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മെൻഷൻ ചെയ്തതിന് ശേഷം പേജിൻ്റെ താഴെഭാഗത്തായിട്ടുള്ള സേവ് ആൻഡ് ഫോർവേഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂഷൻ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്ന പേജിൽ അഡ്രസ് വിവരങ്ങളാണ് നൽകേണ്ടത്. കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനിൽ ഓൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പർ, അതായത് ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുള്ളതല്ലാത്ത മറ്റൊരു ഫോൺ നമ്പർ കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. പെർമനൻ്റ് അഡ്രസ്സും അതുപോലെ തന്നെ പ്രസൻറ്റ് അഡ്രസ്സും ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ്. വീട്ടുപേര്, സ്ട്രീറ്റിൻ്റെ നെയിം, അതായത് ലോക്കൽ പ്ലേസ്, പോസ്റ്റ് ഓഫീസ്, പിൻകോഡ്, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊന്ന് നൽകേണ്ടതാണ്. പെർമനൻ്റ് അഡ്രസ്സും കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും സെയിം തന്നെയാണെന്നുണ്ടെങ്കിൽ സെയിം ആസ് പെർമനൻ്റ് അഡ്രസ്സ് എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്ത് നൽകിയാൽ മതി. ഡിഫോൾട്ടായിട്ട് വരുന്നതാണ്. പേജിൻ്റെ താഴെയായിട്ടുള്ള സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുക. നെക്സ്റ്റ് വരുന്ന പേജിൽ അക്കാഡമിക് ഡീറ്റെയിൽസ്, അതായത് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത്. ക്വാളിഫയിങ് എക്സാമിനേഷൻ +2 ഓർ ഇക്വലൻ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നൽകുക. പാസ്ഡ് ആണെങ്കിൽ മാത്രം പാസ്ഡ് ദി എക്സാം എന്നുള്ള ഓപ്ഷൻ നൽകുക. ഈ വർഷം +2 പരീക്ഷ ഓൾറെഡി എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന വ്യക്തികളാണ് എങ്കിൽ അപ്പിയറിംഗ് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് നൽകേണ്ടത്. എക്സാം ബോർഡ് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. കേരള ഹയർ സെക്കൻഡറി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നൽകുക. രജിസ്റ്റർ നമ്പർ എന്നുള്ള ഓപ്ഷനിൽ +2ൻ്റെ രജിസ്ട്രേഷൻ നമ്പർ കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ്. സ്റ്റഡീഡ് സംസ്കൃത് ആസ് +2 ലെവൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് +2ന് സബ്ജക്റ്റായിട്ട് സംസ്കൃതം പഠിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സാൻസ്ക്രിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സംസ്കൃത സബ്ജക്റ്റാണ്. ഉണ്ടെങ്കിൽ എസ് എന്നുള്ള ഓപ്ഷനും ഇല്ല എങ്കിൽ നോ എന്നുള്ള ഓപ്ഷനും നൽകാവുന്നതാണ്. ഡു യു അപ്ലൈഡ് ഫോർ കീം പ്രീവിയസ് ഇയർ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് മുൻ വർഷത്തിൽ കീം അറ്റൻഡ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ എസ് എന്ന് കൊടുത്ത് നമ്പർ ഓഫ് അറ്റംപ്റ്റ് ഡീറ്റെയിൽസ് കാണിക്കേണ്ടതാണ്. അറ്റൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ നോ എന്ന് കൊടുക്കുക. വീണ്ടും സേവ് ആൻഡ് ഫോർവേഡ് ഓപ്ഷൻ വഴി കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് അപേക്ഷകൻ്റെ കമ്മ്യൂണൽ റിസർവേഷൻ ഡീറ്റെയിൽസ്, അതായത് കാസ്റ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. കമ്മ്യൂണിറ്റി ക്ലെയിം എലിജിബിൾ റിസർവേഷൻ എന്നുള്ള ഓപ്ഷനിൽ അപേക്ഷകൻ്റെ കാസ്റ്റ് കാറ്റഗറി കൃത്യമായിട്ടൊന്ന് സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. ജനറൽ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവരാണ് എന്നുണ്ടെങ്കിൽ പേജിൻ്റെ ഏറ്റവും മുകളായിട്ട് തന്നെ ജനറൽ എന്നുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. കാറ്റഗറി ഒന്ന് സെലക്ട് ചെയ്ത് നൽകുക. ഫാദർ മദർ കാറ്റഗറിയും സെലക്ട് ചെയ്ത് നൽകാനായിട്ടുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പേജിൻ്റെ താഴെയായിട്ട് ലാസ്റ്റായിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇൻ്റർകാസ്റ്റ് മാരീഡ് കപ്പിൾ ആണോ എന്നതാണ്. രക്ഷിതാക്കൾ ഇൻ്റർകാസ്റ്റ് മാരേജ്, അതായത് മിശ്ര വിവാഹിതരുടെ മക്കളാണ് എങ്കിൽ അവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. SC/ST വിഭാഗത്തിൽപ്പെട്ടവരാണ്, അതായത് രക്ഷിതാക്കളിൽ ഒരാൾ SC/ST വിഭാഗത്തിൽ പെടുന്നവരാണ് എന്നുണ്ടെങ്കിൽ മിശ്രവിവാഹ സർട്ടിഫിക്കറ്റും കൂടി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇവർക്ക് ഫീസിൽ ഇളവ് ലഭിക്കുന്നതാണ്. വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുത്തതിന് ശേഷം സേവ് ആൻഡ് ഫോർവേഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂഷൻ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്ന പേജിൽ അതർ റിസർവേഷണൽ ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത്. സൈറ്റിൽ റിസർവേഷൻ കാറ്റഗറീസ് ഏതാണെന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിലേതെങ്കിലും ആപ്ലിക്കബിൾ ആണെങ്കിൽ മാത്രം ടിക്ക് ചെയ്ത് നൽകുക. അതല്ല എങ്കിൽ പേജിൻ്റെ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്തതിന് ശേഷം സൈറ്റിൽ ചോദിച്ചിരിക്കുന്ന മറ്റ് മാൻഡേറ്ററി ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് നൽകുക. ക്ലെയിം റിസർവേഷൻ ഇൻ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, വൈകല്യമുണ്ടെങ്കിൽ എസ് കൊടുത്ത് വിവരങ്ങൾ നൽകുക. വൈകല്യമുള്ള വ്യക്തികളാണെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. മൈനോറിറ്റി കാറ്റഗറി ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ക്രിസ്ത്യൻ മുസ്ലിം കാറ്റഗറീസ് ആണെങ്കിൽ എസ് എന്ന് നൽകുക.
മൈനോറിറ്റി കാറ്റഗറിയിലുള്ളവർക്ക് മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. NRI കോട്ട റിസർവേഷൻ വേണമെങ്കിൽ മാത്രം എസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ എന്ന് കൊടുത്ത് പ്രൊസീഡ് ചെയ്ത് നെക്സ്റ്റ് പേജിലേക്ക് വരാവുന്നതാണ്. നെക്സ്റ്റ് വരുന്ന പേജിൽ ഇൻകം ഡീറ്റെയിൽസ് ആണ് ഫില്ല് ചെയ്ത് നൽകേണ്ടത്. വരുമാന സർട്ടിഫിക്കറ്റിൽ ഓൾറെഡി ലഭിച്ചിട്ടുള്ള ഫാമിലി ഇൻകം, ആനുവൽ ഇൻകം എത്രയാണോ അത് കൃത്യമായി മെൻഷൻ ചെയ്യുക. റവന്യൂ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. താലൂക്ക് ഓഫീസ്, വില്ലേജ് ഓഫീസ് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി സെലക്ട് ചെയ്ത് നൽകുക. ഈ കാര്യങ്ങളൊക്കെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റിൽ കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ശേഷം സേവ് ആൻഡ് ഫോർവേഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്ന പേജിൽ ആപ്ലിക്കൻറ്റിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൃത്യമായി നൽകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ആപ്ലിക്കൻറ്റിൻ്റെ പേര് ബാങ്കിൽ എങ്ങനെയാണോ വന്നിരിക്കുന്നത് അതൊന്ന് സെലക്ട് ചെയ്ത് നൽകുക. ഓൾറെഡി ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന പേരായിരിക്കും ഡിഫോൾട്ടായിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. ബാങ്ക് നെയിം എന്നുള്ള ഓപ്ഷനിൽ ഏത് ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളതെന്ന് സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. ബ്രാഞ്ച് നെയിം ടൈപ്പ് ചെയ്ത് നൽകുക. അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്യുക. ഇതേ സെയിം അക്കൗണ്ട് നമ്പർ തന്നെ കൺഫേം അക്കൗണ്ട് നമ്പർ എന്നുള്ള ഓപ്ഷനിൽ വീണ്ടും ഒന്നും കൂടി ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ്. ശേഷം IFSC കോഡ് കൊടുക്കുക. ഈ ഒരു IFSC കോഡ് വീണ്ടും കൺഫേം ചെയ്ത് നൽകിയതിന് ശേഷം സേവ് ആൻഡ് ഫോർവേഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂഷൻ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ പേജാണ്. നൽകിയിരിക്കുന്ന വിവരങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്ന് കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. വിവരങ്ങളൊക്കെ നന്നായിട്ട് ചെക്ക് ചെയ്യുക. അതിനുശേഷം പേജിൻ്റെ താഴെയുള്ള ഡിക്ലറേഷൻ എന്നുള്ള ഓപ്ഷനിൽ 2 ഡിക്ലറേഷൻ ഒന്ന് ടിക്ക് ചെയ്ത് നൽകുക. സേവ് ഫൈനലൈസ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. വന്നിരിക്കുന്ന അലേർട്ട് മെസ്സേജിൽ ഓക്കെ എന്ന് കൊടുത്തതിന് ശേഷം പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പായ ഫീ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്കാണ്. അപേക്ഷകൻ്റെ കാറ്റഗറിക്ക് അനുസരിച്ചിട്ടാണ് ഫീ പേയ്മെൻറ്റ് വരുന്നത്. ഞാനിവിടെ ജനറൽ കാറ്റഗറിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു കോഴ്സിന് 625 രൂപ പേയ്മെൻറ്റാണ് വന്നിരിക്കുന്നത്. ഓൺലൈൻ പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പേജിൻ്റെ താഴെയായിട്ട് പ്രൊസീഡ് പേ എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം വരുന്ന പേജിൽ പേയ്മെൻറ്റ് ഓപ്ഷൻ ചൂസ് ചെയ്തുകൊണ്ട് കണ്ടിന്യൂഷൻ ചെയ്യാവുന്നതാണ്. നിലവിൽ സൈറ്റിൽ നെറ്റ് ബാങ്കിങ്, ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡ് ഓപ്ഷനുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാനിവിടെ ഡെബിറ്റ് കാർഡ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്തതിന് ശേഷം ഡെബിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഫിൽ ചെയ്ത് നൽകുന്നുണ്ട്. കാർഡ് നമ്പർ, എക്സ്പയറി ഡേറ്റ്, CVV നമ്പർ, കാർഡ് ഹോൾഡറുടെ നെയിം, ഇത്രയും വിവരങ്ങൾ കൃത്യമായിട്ട് കൊടുത്തതിന് ശേഷം മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്ത് അപേക്ഷകൻ്റെ ബാങ്കുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോണിലേക്കോ മെയിലിലേക്കോ വന്നിരിക്കുന്ന OTP അടിച്ച് പേയ്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പേയ്മെൻറ്റ് സക്സസ് ആയി എന്നുള്ള മെസ്സേജ് സ്ക്രീനിൽ വരുന്നതാണ്. ബാക്ക് ടു ഹോം പേജ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വീണ്ടും ഹോം പേജിലേക്ക് തന്നെ വന്ന് ആപ്ലിക്കേഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റായിട്ട് ചെയ്യേണ്ടത് ഡോക്യുമെൻറ്റുകൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്ന സെക്ഷനാണ്. ഡോക്യുമെൻറ്റുകൾ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഓരോ വ്യക്തികൾക്കും അറ്റാച്ച് ചെയ്യുന്ന ഡോക്യുമെൻറ്റിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. കോമൺ ആയിട്ട് അറ്റാച്ച് ചെയ്യേണ്ട ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ബ്ലാക്ക് ഇങ്ക് കൊണ്ടുള്ള സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. 150, 100 വിഡ്ത്തും ഹൈറ്റും വരുന്ന രീതിയിൽ 4 KBക്കും 100 KBക്കും ഇടയിലാണ് ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യേണ്ടത്. സൈറ്റിൽ തന്നെ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഇൻസ്ട്രക്ഷനിൽ, അതായത് ഹൗ ടു അപ്ലൈ എന്നുള്ള ഓപ്ഷനിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വിവരങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം ഡോക്യുമെൻ്റ് കൃത്യമായി സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. ഡോക്യുമെൻ്റ് ക്ലാരിറ്റി ഇല്ല എങ്കിൽ ആപ്ലിക്കേഷനിൽ കറക്ഷൻ വരുന്നതാണ്, അതായത് റിജക്ഷൻ വരുന്നതാണ്. വീണ്ടും ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അറ്റാച്ച് ചെയ്യുന്ന ഡോക്യുമെൻറ്റിൻ്റെ സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന അതേ ഡയമെൻഷൻ യൂസ് ചെയ്ത് തന്നെ അപ്ലോഡ് ചെയ്ത് നൽകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഫോട്ടോഷോപ്പ് യൂസ് ചെയ്ത് ഫയലുകൾ എഡിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഫയൽ ഓപ്പൺ ചെയ്യുക. ഫയലിൽ സേവ് ഫോർ വെബ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ചൂസ് ചെയ്യുക. ഇമേജ് സൈസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം വിഡ്ത്ത് 150ഉം ഹൈറ്റ് 100ഉം വരുന്ന രീതിയിൽ ഇമേജിൻ്റെ സൈസ് റീസെറ്റ് ചെയ്തതിന് ശേഷം ഈ ഇമേജ് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് നൽകാവുന്നതാണ്. ഇമേജിൻ്റെ സൈസ് കൊടുത്തതിന് ശേഷം അപ്ലൈ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ശേഷം ക്വാളിറ്റി എന്നുള്ള ഓപ്ഷനിൽ 100% എന്ന് കൊടുക്കുക. സൈറ്റിൽ തന്നെ സൈസ് കാണിച്ചിട്ടുണ്ടായിരിക്കും. ശേഷം ആ ഒരു ഫയൽ സേവ് ചെയ്ത് സൈറ്റിലേക്ക് ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്ത് നൽകാവുന്നതാണ്. ഫോട്ടോഗ്രാഫ് ചെയ്യുന്ന സമയത്തും ഇതുപോലെ തന്നെ ഫോട്ടോയുടെ സൈസ് കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം അപ്ലോഡ് ചെയ്യുക. ഫയലിൽ സേവ് ഫോർ വെബ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകിയതിന് ശേഷം ഇമേജ് സൈസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. വിഡ്ത്ത് 150ഉം ഹൈറ്റ് 200ഉം കൊടുക്കുക. അപ്ലൈ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്വാളിറ്റി 100% ആക്കിയതിന് ശേഷം സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഫയൽ നെയിം കൊടുത്ത് ഫയൽ സേവ് ചെയ്യാവുന്നതാണ്. സൈറ്റിലെ ചൂസ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫയൽ സെലക്ട് ചെയ്യുക. ഫോട്ടോയുടെ താഴെയായിട്ടുള്ള ഡിക്ലറേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സിഗ്നേച്ചറും
സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം പേജിൽ വന്നിരിക്കുന്ന ഡിക്ലറേഷൻ ബോക്സ് ഒന്ന് ടിക്ക് ചെയ്ത് നൽകുക. ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ വഴി ആപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്യുക. വരുന്ന അലേർട്ട് മെസ്സേജിൽ ഓക്കെ എന്ന് നൽകിയതിന് ശേഷം വരുന്ന നെക്സ്റ്റ് പേജിൽ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് അറ്റാച്ച് ചെയ്ത് നൽകേണ്ടതാണ്. അറ്റാച്ച് ചെയ്യുന്ന ഡോക്യുമെൻറ്റുകൾ PDF ഫോർമാറ്റിൽ 10 GB-ക്കും 500 GB-ക്കും ഇടയിലായിട്ടാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. സ്റ്റാർ മാർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമായും അറ്റാച്ച് ചെയ്യേണ്ടതാണ്. ആപ്ലിക്കൻറ്റിൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫും നാറ്റിവിറ്റി പ്രൂഫും മാൻഡേറ്ററി ആണ്. നാറ്റിവിറ്റി പ്രൂഫായിട്ടും ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫായിട്ടും സ്കൂൾ സർട്ടിഫിക്കറ്റ് അഥവാ SSLC സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. സൈറ്റിലേക്ക് മറ്റ് ഡോക്യുമെൻറ്റുകൾ അവൈലബിൾ ആണെങ്കിൽ അത് അറ്റാച്ച് ചെയ്ത് നൽകാവുന്നതാണ്. വരുമാന സർട്ടിഫിക്കറ്റ്, OBC കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, ഇൻ്റർകാസ്റ്റ് മാരേജ് ചെയ്തവരുടെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇൻ്റർകാസ്റ്റ് മാരേജിൻ്റെ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ വൈകല്യമുള്ളവരാണെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റും സൈറ്റിലേക്ക് അറ്റാച്ച് ചെയ്ത് നൽകേണ്ടതാണ്. ഡോക്യുമെൻറ്റുകൾ കൃത്യമായി അറ്റാച്ച് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. നാറ്റിവിറ്റി പ്രൂഫ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. 2 വെരിഫൈ ടിക്ക് ബോക്സിലും ടിക്ക് ചെയ്തതിന് ശേഷം വെരിഫൈഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഡോക്യുമെൻറ്റുകളെല്ലാം അറ്റാച്ച് ചെയ്തതിന് ശേഷം വ്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻറ്റുകൾ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അപേക്ഷ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് വരുന്ന പേജ് ഇങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക. പ്രിൻ്റ് അക്നോളജ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് അക്നോളജ്മെൻറ്റ് റെസിപ്റ്റ് പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. നിലവിൽ വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ 24-ാം തീയതി വരെ ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള സമയം അനുവദിച്ചിട്ടുണ്ട്. മാൻഡേറ്ററി ആയിട്ടുള്ള ഡോക്യുമെൻറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്ത് തന്നെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വന്നിരിക്കുന്ന അക്നോളജ്മെൻറ്റ് റെസിപ്റ്റ് പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതുമാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.